ഇതാടാ അവനെ കോവയ്ക്ക പറിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നതാണ്. ഇല്ല കോവയ്ക്ക ഇല്ല. രാവിലെ എൻ്റെ പണികളൊക്കെ ഇതാണ് ആദ്യത്തെയൊക്കെ പണി. കാണണോ? ഇതെന്നതാക്കൂ ചൊറിയണേ. രാവിലെ വന്ന് പിള്ളേരെ അയച്ചു വിട്ടിട്ട് ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ഇരിക്കാം കുറച്ച് സമയം. ഇതുണ്ട് പിന്നെ വലിയ ഇലയെന്നൊക്കെ അതിനകത്ത് ചോറ് കൊണ്ടുപോകാൻ പറ്റും, അത്ര വലിയ ഇലയാണ്. ഇത് കാവേരിയാണ്, കാവേരി. അവിടെ നട്ടത് അത് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടം വരെ എത്തി. ഇതിലൂടെയൊക്കെ വേറെ വേറെ നട്ടിട്ടുണ്ട്. അവൻ എൻ്റെ കയ്യിൽ ഞാൻ കൈ എടുക്കണുണ്ട്, അപ്പോൾ അവനോർത്തു എൻ്റെ കയ്യിൽ കോവയ്ക്ക ഉണ്ടായിരിക്കും. ഇത് കോവയ്ക്ക. അവനൊരു കുറേ കോവയ്ക്ക തിന്നു എന്നും, രാവിലെ എന്നും കുറേ കോവയ്ക്ക തിന്നു. നോക്കട്ടെ, കൊതിയനാണേ, കൊതിയൻ. കണ്ണ് പോയിക്കണ്ടല്ലോ. ഗുഡ് ബോയ്. എന്തോരം കുറച്ച് കൊടുത്താലും അവൻ മരിച്ചു ആണോ? ക്യാച്ച്. ഗുഡ് ബോയ്. അക്കു അക്കുവിനെ കൂട്ടിലിട്ടിട്ട് താഴെ ചെല്ലുമ്പോഴത്തേനും അവളെ കൂട്ടിൻ്റെ വെളിയിലായിരിക്കും. ഇല്ല, കൂട്ടിക്കയറിക്കുന്ന അവൻ കൂട്ടിക്കയറാൻ നിൽക്കണം. അതിനെയും കൊടുക്കുവാണെങ്കിൽ കയറാതായിരിക്കും. കൂട്ടിക്കയറാതാ, കൂട്ടിക്കയറുന്ന കൊടുക്കുവാണെങ്കിൽ എളുപ്പത്തിന് കയറാമല്ലോ എന്നാത്ത അവനിരിക്കും. കിടന്നു. ഓ, ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ചൂടുണ്ടെങ്കിൽ ചൂട് കുറയാൻ. കുട്ടി കിടക്കുമ്പോഴത്തേനും ഈ സൂക്ഷിയൊന്നും വെച്ചില്ലേ. അക്കിര പിന്നെ മൂത്രം ഒഴിച്ചു അവളെ അയച്ചു വിട്ടിട്ട് കയറ്റി തന്നാലും അവൾ മുള്ളു. അവൾക്കുടെ സ്വഭാവം അതാണ്. പക്ഷെ എന്ത് രോമാടിയത്. ഇവിടെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവൾ അതിൻ്റെ അടിയിൽ പോയി കിടക്കുമ്പോഴത്തേനും ഇവിടെ മേത്ത് മൂത്രം പറ്റും. അതുകൊണ്ട് കഴുകിയിടും. അവളെ അയച്ചു വിട്ടിട്ട് പോകാം, അല്ലെങ്കിൽ അവളെ കൂട്ടിൻ്റെ പലക എടുത്തിട്ട് ഇറങ്ങും. അതിലും നല്ലതല്ലേ തുറന്നു വിട്ടിട്ട് പോവാം. പയ്യിറങ്ങ പയ്യിറങ്ങ. പിന്നെ നോക്കണേ. എന്താ ആയിരിക്കേ? ചിലപ്പോൾ അവൾ ചാടും. ചാടാനുള്ള ടെൻഡൻസി ഉള്ള സമയമാണ് ഇപ്പോൾ. അതുകൊണ്ടൊരു കോവയ്ക്ക കുറച്ച് കൊടുക്കുവാണെങ്കിൽ അവളങ്ങ് മാറിക്കും. ഇതെങ്ങോട്ട് പോയെടുത്തു. ആ സമയം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോരും. ഇനി അടുത്ത പരിപാടി താഴത്തെ പിള്ളേരെയൊക്കെ അഴിച്ച് കെട്ടിയതൊക്കെ പരിപാടി കഴിഞ്ഞതാണ്. ഇതുണ്ടൊരു കുമ്പളം മുളച്ചു വന്നാൽ തന്നെ അത് ഞാൻ മുകളിലേക്ക് കയറ്റി വിടുവാണ്. അയ്യോ, എൻ്റെ പുതിന വാടിപ്പോയല്ലോ. വെള്ളമൊഴിച്ചില്ല, കരിഞ്ഞു പോയോ? എൻ്റെ ചീര ഉണ്ടായതെല്ലാം പോയതോടുകൂടി ഒരു മനസ്സിനൊരു
സുഖമില്ല, അതുകൊണ്ട് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ പുതിനക്കുട്ടി നന്നായി വേണം കേട്ടോ, വാടിപ്പോലെ. എന്താ സൗണ്ട് കേട്ടത്? ഇന്ന് മാങ്ങയൊന്നും ഇല്ലേ, മാങ്ങാപ്പഴമൊന്നുമില്ല. ഒരെണ്ണം കിടപ്പുണ്ട്. എല്ലാത്തിനകത്തും വെള്ളം ഒഴിക്കാറായി. ഓസ് എടുത്തുകൊണ്ട് വരണം. ശ്വാസം മുട്ടുന്നു. എല്ലാത്തിനും വെള്ളം ഒഴിക്കാറായി. വേണ്ടത് ഒരു മുട്ട. എൻ്റെ വൈറ്റ് യോണിയിൽ എത്ര മുട്ടാണ്. ഇത് പിങ്ക് ക്ലൗഡായിരുന്നു, ആകെ ഓർമ്മയുള്ളൂ. നമ്മുടെ ലക്ഷ്മി വിരിയാറായി. ലക്ഷ്മിക്ക് എന്ത് സൗന്ദര്യമെന്ന് കണ്ടോ? സൗന്ദര്യ റാണിയാണ് ലക്ഷ്മി ദേവി.